കോഴിക്കോട് നരിക്കുനിയിൽ വീട്ടിൽ കയറി തോക്കു ചൂണ്ടി അക്രമം നടത്തിയ സംഭവത്തിൽ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വീട്ടിലെത്തിയ കണ്ടാൽ അറിയാവുന്ന 3 പേർക്കെതിരെയും കൊട്ടേഷൻ നൽകിയെന്ന് കരുതുന്ന മുൻ ഭാര്യയുടെ പിതാവും സഹോദരനുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അരുൺ PJ കൂടി ചേരുകയാണ്. അരുൺ, കഴിഞ്ഞ ദിവസം ആകെ എല്ലാവരെയും നടുക്കിയ ഒരു സംഭവമായിരുന്നു ഇതുപോലെ വീട്ടിൽ കയറി വൃദ്ധരായിട്ടുള്ളവരെ കൂടി ആക്രമിച്ച ഈ ഒരു സംഭവം. ഇപ്പോൾ ഇതാ 5 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? സിന്ദൂരി 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് നരിക്കുനി പന്നിക്കോട്ടൂർ സ്വദേശി റഹീസിന്റെ വീട്ടിൽ രാത്രി 9 മണിയോടെ ഇങ്ങനെ തോക്കുധാരികൾ ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളെ ഓർപ്പിക്കുന്ന തരത്തിലുള്ള ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത്. അന്ന് തന്നെ കൊടുവള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ആക്ടീവ സ്കൂട്ടറിലെത്തിയ സംഘമായിരുന്നു റഹീസിന്റെ വീട്ടിൽ എത്തി ആക്രമിച്ചത്. ഈ സംഘത്തിൽ ഒരാളായിരുന്നു റഹീസിന് നേരെ തോക്ക് ചൂണ്ടിയത്. വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് സമീപവാസികൾ ഓടി വരുന്നത് കണ്ട് ഇവർ രക്ഷപ്പെടുകയായിരുന്നു. വിവാഹമോചിതനായ റഹീസിന്റെ സഹോദരൻ റമീസും ഭാര്യ വീട്ടുകാരുമായി കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഭാര്യ വീട്ടുകാർക്കെതിരെ കോടതിയിൽ നടക്കുന്ന കേസുകൾ ഒത്തുതീർപ്പിന് തയ്യാറാകണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും റമീസ് തയ്യാറായിരുന്നില്ല. ഇതിന് തടസ്സം നിൽക്കുന്നുവെന്ന് റഹീസാണ് ഈ റമീസിന്റെ ഈ ഒരു തീരുമാനത്തിന്റെ തടസ്സം നിൽക്കുന്നതെന്ന് ആരോപിച്ചാണ് വീട്ടിലേക്ക് കൊട്ടേഷൻ സംഘത്തെ അയച്ചത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസും അറിയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊടുവള്ളി പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വലിയ രീതിയിലുള്ള ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞെട്ടലുളവാക്കിയ ഒരു സംഭവമായിരുന്നു. ഉത്തരേന്ത്യയിലൊക്കെയാണ് ഇങ്ങനെ വീട്ടിൽ കയറി ഇതുമായി ബന്ധപ്പെട്ട് തോക്ക് ചൂണ്ടി ആക്രമണം നടത്തിയ വാർത്തകൾ വരുന്നത്. എന്തായാലും 5 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വീട്ടിലെത്തിയ കണ്ടാൽ അറിയാവുന്ന 3 പേർക്കെതിരെയും കൊട്ടേഷൻ നൽകിയെന്ന് കരുതുന്ന മുൻ ഭാര്യയുടെ പിതാവും സഹോദരനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സിന്ദൂരി.